തെളിവിന്റെ ഒരു കണിക പോലും ഇല്ലാതെയാണ് ശബരിമല തന്ത്രി കണ്ഠരര് രാജീവരെ 41 ദിവസത്തേക്ക് ജയിലിലടച്ചതെന്ന് മുൻ ഗവർണറും BJP നേതാവുമായ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള. യുവതീ പ്രവേശനത്തിനായി സർക്കാർ സ്പോൺസേഡായി രഹന ഫാത്തിമയെയും കവിതയും എത്തിച്ചപ്പോൾ നിർണായക നിലപാടെടുത്തത് തന്ത്രി കണ്ഠരര് രാജീവരായിരുന്നു. അന്ന് നട അടച്ചിടുമെന്ന് തന്ത്രി പറഞ്ഞതോടെ സർക്കാരിന്റെ ശ്രമം ചീറ്റിപ്പോയി. അന്നു മുതലുള്ള പകയാകം അറസ്റ്റിന് പിന്നിലെന്നും ചെങ്ങന്നൂർ താഴ്മണ മഠത്തിൽ തന്ത്രിയെ സന്ദർശിച്ച ശേഷം ശ്രീധരൻപിള്ള വ്യക്തമാക്കി. ഒരു തെളിവിൻ്റെ കണിക പോലുമില്ല എന്ന് ബന്ധപ്പെട്ട കോടതി എല്ലാ ഫയലുകളും പരിശോധിച്ച ശേഷം 41 ദിവസം ഒരാളെ ജയിലിലിടുന്നത് ഗൂഢാലോചന കുറ്റം ആരോപിച്ച അന്നത് വന്ന അവസരത്തിൽ സർക്കാർ സ്പോൺസേഡായി നടത്തിയ സ്കീം പരാജയപ്പെട്ട് ദയനീയമായി അന്നത്തെ ആ സമരത്തിൽ അവർക്ക് തിരിച്ചടിയേറ്റപ്പോൾ ആ തിരിച്ചടിയേറ്റതിൻ്റെ പ്രതികാരമാണ് ഇന്ന് ഒരു ജഡ്ജി ന്യായാധിപൻ എല്ലാം പരിശോധിച്ച ശേഷം ഒരു തരത്തിലുള്ള ആരോപണത്തിന്റെ ലാഞ്ചന പോലും ഇല്ല, നോ മെറ്റീരിയൽ അറ്റോൾ എന്ന് പറയുമ്പോൾ ഇതിനെപ്പറ്റി ഇതിങ്ങനെയാണോ കേരളം പ്രതികരിക്കേണ്ടത്? വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ് ഗോപാൽ, നമുക്കറിയാം തന്ത്രിയെ കുടുക്കിയതെന്ന ഒരു ആരോപണം നേരത്തെ മുതലേ ഉള്ളതാണ്. ഇപ്പോൾ അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള പറയുന്നത് യുവതീ പ്രവേശനത്തിനായി സർക്കാർ സ്പോൺസേഡായി രഹന ഫാത്തിമയെയും കവിതയും എത്തിച്ചപ്പോൾ നിർണായക നിലപാട് തന്ത്രി സ്വീകരിച്ചിരുന്നു. അന്ന് നടയടച്ചിടുമെന്ന തന്ത്രി പറഞ്ഞതോടെ സർക്കാരിന്റെ ശ്രമം ചീറ്റിപ്പോവുകയായിരുന്നു. അന്ന് മുതലുള്ള പകയാണ് ഇപ്പോൾ ഈ അറസ്റ്റിന് പിന്നിലെന്നാണ് താഴ്മണത്തിൽ എത്തിയ ശ്രീധരൻപിള്ള വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്? അമൽ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം തന്ത്രിയെ വീട്ടിലെത്തി സന്ദർശിച്ച ശേഷമായിരുന്നു മുതിർന്ന BJP നേതാവായ PS ശ്രീധരൻപിള്ളയുടെ പ്രതികരണം. അദ്ദേഹം പറഞ്ഞത് ഒരു തെളിവിന്റെ ഒരു കണിക പോലും തന്ത്രിക്കെതിരെ ഇല്ലാതിരുന്നിട്ടാണ് 41 ദിവസം അദ്ദേഹത്തെ ജയിലിലടച്ചത്. ഇതുമായി ബന്ധപ്പെട്ട പ്രത്യേക അന്വേഷണ സംഘം അടക്കം ഉത്തരവാദിത്തം പറയേണ്ടി വരും എന്നതാണ് ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാണിച്ചത്. അതോടൊപ്പമാണ് ഇത്തരത്തിലുള്ള ഒരു അറസ്റ്റിന് എന്താണ് പ്രേരണ എന്ന കാര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ള ജഡ്ജിമെന്റിൽ കൃത്യമായി പറയുന്ന ഒരു തരത്തിലുള്ള ഒരു തെളിവുമില്ല, ഒരു ആരോപണം പോലും നിലനിൽക്കുന്നതായി ഇല്ല എന്ന് ജഡ്ജിമെന്റിൽ പറയുമ്പോൾ പിന്നെ എന്ത് കാരണത്താലാണ് അറസ്റ്റ് ചെയ്തതെന്ന് ചിന്തിക്കുമ്പോൾ വ്യക്തമാവുന്നത് ഈ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് രഹന ഫാത്തിമയും കവിതയും 18ാം പടി വരെ പോലീസിന്റെ യൂണിഫോം ധരിപ്പിച്ച് എത്തിച്ചപ്പോൾ അതും ഒരു തരത്തിലും ഒരു ക്ഷേത്രത്തിലേക്ക് കടത്താൻ പാടില്ലാത്ത സാധനങ്ങളുമായി അവിടെയൊക്കെ എത്തിച്ചു. അത്തരം ഒരു സർക്കാർ സ്പോൺസേഡ് പരിപാടി അത് പരാജയപ്പെടാൻ കാരണമായത് അന്ന് തന്ത്രി കൈക്കൊണ്ട നിലപാടാണ്. താനുമായി ഫോണിൽ സംസാരിച്ച ശേഷമായിരുന്നു അത്തരം ഒരു നിലപാടിലേക്ക് തന്ത്രി എത്തിയത്. അന്ന് തന്ത്രിയെ പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് അന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ അന്ന് അത് നടക്കാതെ പോയതിന്റെ വൈരാഗ്യം മനസ്സിൽ വെച്ച് വളരെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഇപ്പോൾ അത് നടപ്പാക്കുകയായിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ തന്ത്രി 41 ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നതെന്നതാണ് ശ്രീധരൻപിള്ള കാര്യകാരണ സഹിതം ഉദ്ധരിച്ചത്. അദ്ദേഹം അതിന് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഒരു പുസ്തകവും ഇന്ന് തന്ത്രിക്ക് കൈമാറി. അതിൽ ആ പുസ്തകം എന്ന് പറയുന്നത് സുവർണാവസരം എന്ന തരത്തിൽ ഈ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വിധി വന്നപ്പോൾ ശ്രീധരൻപിള്ള നടത്തിയ ഒരു പ്രസംഗം വിവാദമാക്കിയിരുന്നു. എന്നാൽ ആ പ്രസംഗത്തെ ഒരു തരത്തിലും ഒരു കുറ്റവും കാണാൻ കഴിയില്ലെന്ന് കോടതി വിലയിരുത്തുകയും ചെയ്തു. അത്തരം ഒരു സാഹചര്യം അതൊന്നും താൻ ഇതുവരെ പുറത്തു പറഞ്ഞിരുന്നില്ല. എന്നാൽ അത്തരത്തിൽ കോടതി പൂർണ്ണമായും തന്റെ അന്നത്തെ പ്രസംഗത്തെ ശരിവെച്ചുകൊണ്ടായിരുന്നു നടപടി സ്വീകരിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ഒരു പുസ്തകത്തിൽ അതിൽ ഒരു പേജ് തന്ത്രിയെ കുറിച്ചാണ് പറയുന്നത്. ഈ സമരം പൊളിഞ്ഞു പോകാൻ, അത് ചീറ്റിപ്പോകാനുള്ള പ്രധാന കാരണം ഈ തന്ത്രിയുടെ നിലപാടായിരുന്നു. അന്നു മുതൽ തന്ത്രിയെ ശത്രുപക്ഷത്താണ് സർക്കാർ, മുഖ്യമന്ത്രി അടക്കം കണ്ടിരുന്നത് എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇനിയും ഈ കോടതി വിലയിരുത്തലിലൂടെ തന്ത്രിക്ക് ക്ലീൻ ചിറ്റ് കിട്ടിയിരിക്കുകയാണ്. ഇനി ഒരു തരത്തിലുള്ള നടപടിയും തന്ത്രിക്കെതിരെ സ്വീകരിക്കാനോ പറയാനോ പോലും ആവില്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ തന്ത്രിയോടൊപ്പം മാനസികമായി എല്ലാവിധ പിന്തുണയോടും കൂടി ഒപ്പം ഉണ്ടാകും. തന്ത്രി ആത്മഹത്യയെ പറ്റി പോലും ഈ കേസിന്റെ ഘട്ടങ്ങളിൽ ചിന്തിച്ചിരുന്നു എന്നതാണ് തന്ത്രിയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞതെന്നും വളരെ വിഷമത്തോടെയാണ് തന്ത്രി ഇക്കാര്യങ്ങൾ തന്നോട് പറഞ്ഞതെന്നും ശ്രീധരൻപിള്ള വെളിപ്പെടുത്തുകയായിരുന്നു. അമൽ, വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്നും സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ പങ്കുവച്ചത്.